പേരാമ്പ്ര ചാലിക്കരയിൽ ജനവാസ കേന്ദ്രത്തിൽ മൊബൈൽ കമ്പനിയുടെ ടവർ നിർമ്മിക്കുവാനുള്ള നീക്കത്തിൽ നിന്നും അധികൃതർ പിന്തിരിയണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമരവുമായി ആക്ഷൻ കമ്മിറ്റി രംഗത്ത്. ജനവാസ മേഖലയിൽ നിന്ന് ടവർ ഒഴിവാക്കുക, താമസമില്ലാത്ത ഏരിയയിലേക്ക് മാറ്റുക. ആക്ഷൻ കമ്മിറ്റി നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡ് കായൽമുക്ക് ഭാഗത്താണ് ടവർ നിർമ്മാണം കനത്ത ജനരോഷത്തിന് ഇടയാക്കിയത്. പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളും വയോധികരും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് വ്യത്യസ്തമായ ഒരു സമരരീതിയായ പോസ്റ്റർ പതിക്കൽ സമരത്തിൽ പങ്കെടുത്തത്. ടവർ നിർമ്മിക്കുന്ന സ്ഥലത്തു നിന്നും ചാലിക്കര ടൗണിലേക്ക് പ്രകടനമായി എത്തിയാണ് സമരസമിതി പ്രവർത്തകർ പോസ്റ്റർ പതിച്ചത്. ടവറുകാരോട് യാതൊരു എതിർപ്പുമില്ല. ജനവാസ മേഖലയിൽ നിന്ന് ഇതെങ്ങനെങ്കിലും എല്ലാ നിയമപാലകരും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. ടവറിന് വികസനത്തിന് ഞങ്ങൾ എതിരല്ല. ടവർ വേണമെന്ന് തന്നെയാണ് ഞങ്ങൾ ജനവാസ മേഖലയിൽ നിന്ന് മാത്രം ഒഴിവാക്കി തരണമെന്ന് പറയുന്നത്. ജനങ്ങളില്ലാത്ത വീടുകൾ കൂടുതലില്ലാത്ത മേഖലകളിലേക്ക് മാറ്റണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം. അതൊന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങളിങ്ങനെ എല്ലാ കാലങ്ങളായിട്ട് 1.5 വർഷത്തോളമായി ഇതിൻ്റെ പിന്നാലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇതൊന്ന് മാറ്റണം. അത്രയും അടുത്ത് 1 മീറ്ററോളം ഇത് നിങ്ങൾക്ക് തിരിച്ചൊന്ന് പിടിച്ചാൽ ക്യാമറ പിടിച്ചാൽ കാണാൻ പറ്റുന്നതാണ്. 1 മീറ്ററോളം അടുത്ത് കിടക്കുകയാണ് വീടുകളൊക്കെ. അതൊന്ന് ഒഴിവാക്കി തന്നിട്ട് വീടുകളില്ലാത്ത സ്ഥലത്തേക്ക് ഇതൊന്ന് മാറ്റണമെന്ന് മാത്രം ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ തൊട്ടടുത്ത് 10 മീറ്റർ ചുറ്റളവിൽ 5 വീടുണ്ട്. 10 മീറ്റർ ചുറ്റളവിൽ 5 വീടുണ്ട്. ഒരു 25 മീറ്റർ ചുറ്റളവിൽ ഒരു 12-13 വീടുണ്ട്. ഇത്രയും ആൾക്കാർ താമസിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിപ്പെട്ട ആളുകളും ഉണ്ട് ഇവിടെ. ലീഗുണ്ട്, കോൺഗ്രസ് ഉണ്ട്, മാർക്സിസ്റ്റ് ഉണ്ട്, എല്ലാ BJP ഉണ്ട്, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, എല്ലാ മതക്കാരും ഉണ്ട്. എല്ലാവരും ഒത്തൊരുമിച്ച് ജീവിക്കുന്ന പ്രദേശത്ത് ഇത്രയും ഈ വട്ടത്തിൽ ഒരു ടവർ ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ ഉപദ്രവിക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ ഒരു വികാരമാണ്. ഏകദേശം 1.5-2 വർഷത്തോളം അടുത്തായി ഇവിടെ ഈ സമരം തുടരുന്നു. സാധാരണക്കാരായ ജനങ്ങളാണ് ഈ ചുറ്റുപാടും താമസിക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ അവർ വികസനത്തിനോ അതോ ടവറിനോ ഒന്നും എതിരല്ല. അത് ജനവാസമില്ലാത്ത കുറച്ച് മാറി ചെയ്യണമെന്ന് മാത്രമാണ് അവരുടെ ആവശ്യം. അപ്പോൾ ആ ആവശ്യം നിറവേറ്റുന്നത് വരെ നമ്മളിവിടെ സമരം ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥ. ഇത്രയും ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് ഇങ്ങനെയൊരു ടവർ ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഞങ്ങൾ ഈ ടവറുകാരോടും ഈ ടവർ സ്ഥല ഉടമസ്ഥനോടും ഞങ്ങൾ ആവുന്നത്ര പറഞ്ഞതാണ് ഈ ടവർ ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല, മറ്റൊരിടത്തേക്ക് മാറ്റണം. ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസ് അതുപോലെ തന്നെ കളക്ട്രേറ്റ് 3-4 പ്രാവശ്യം പോയിട്ട് ബന്ധപ്പെട്ട് ADM-ഉം കളക്ടറായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ ഇവരോട് ഞങ്ങൾ ഇവരെ സൗകര്യാർത്ഥം തന്നെ 4 സ്ഥലങ്ങൾ കണ്ടെത്തി അവരോട് അങ്ങോട്ട് മാറ്റാൻ വേണ്ടിക്കൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ ഒരു കാര്യം തന്നെ അവർ ചെവിക്കൊള്ളില്ല. മാത്രമല്ല അവരൊരു വാശി എന്നുള്ള നിലയിലാണ് ഞങ്ങളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം മൊബൈൽ ഫോൺ പോക്കറ്റിലിട്ടുകൊണ്ട് ടവറിനെതിരായിട്ട് സമരം ചെയ്യുന്നതിൻ്റെ ഒരു യുക്തിയെപ്പറ്റി പലരും സാധാരണഗതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ച ആൾ പറഞ്ഞ മാതിരി തന്നെ ടവറിനോ വികസന പ്രവർത്തനങ്ങൾക്കോ ഒന്നും ഒരു സമൂഹമോ ഇവിടെ നിൽക്കുന്ന കുറഞ്ഞ വീടുകളിലെ ആളുകളോ ഒന്നും എതിരല്ല. ഇതിനൊക്കെ സഹകരിച്ചും ഇതിനോട് പിന്തുണ പ്രഖ്യാപിച്ചും മുന്നോട്ട് പോകുന്നൊരു സാമൂഹ്യ ജീവിതക്രമം തന്നെയാണ് ഇവിടെ ഇത്രയും കാലം രൂപപ്പെട്ടിരുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് നമ്മളെന്താ പറയുക ഒരു ചതുരശ്ര കിലോമീറ്റർ ജനസാന്ദ്രത ഏറ്റവും കൂടിയൊരവസ്ഥ. കാരണം ഒരു 10 സെൻറ്റ് സ്ഥലത്തൊരു 5 വീട് എന്നുള്ള അത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയിൽ ഈ ടവർ നിർമ്മാണം അവിടെയുള്ള ജനങ്ങളെ ഇതിനെപ്പറ്റിയുള്ള അസ്വസ്ഥത, ഇതിനെപ്പറ്റി ഉത്കണ്ഠകൾ, ഈ ടവർ വന്നാലുണ്ടാകുന്ന പ്രതിസന്ധികൾ, റിയാക്ഷൻ, ഒരുപടി കാര്യങ്ങളെപ്പറ്റി ആശങ്കാകുലരാണ്. അപ്പോൾ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ ആശങ്കകൾ അകറ്റി അവരുടെ സുഖമായ ജീവിതത്തിന് അവരുടെ അസ്വസ്ഥതകൾ അകറ്റിക്കൊണ്ട് ഒരു ആൾത്താമസമല്ലാത്തൊരു പ്രദേശത്തേക്ക് ടവറിനുള്ള സാധ്യതകളെപ്പറ്റി പരിശോധിക്കാൻ വേണ്ടി ജില്ലാ കളക്ടർ വിളിച്ച യോഗത്തിൽ ഇവിടുത്തെ ടവർ വിരുദ്ധ സമിതിയും ഇവിടുന്ന് ഞങ്ങൾപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികളും ഒന്നിച്ച് പങ്കെടുത്തൊരു ചർച്ചയിൽ ഈ അടുത്ത് തന്നെ ഇവിടുന്ന് വളരെ ഒരു മിനിമം ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ജനവാസമില്ലാത്ത സ്ഥലത്ത് ടവർ നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം കണ്ടെത്താനും അതിൻ്റെ നിർമ്മാണ പ്രവർത്തന സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇവിടുന്ന് പോയ രാഷ്ട്രീയ പ്രതിനിധികളും ടവർ സമിതിയിൽ ഉത്തരവാദപ്പെട്ട ആളുകളും കലക്ടർ മുഖാന്തരം ടവർ പ്രതിനിധികളും പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ അടുത്ത് നമ്മളൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും പക്ഷേ ആ നിർദ്ദേശത്തിന് അനുകൂലമായോ ആ നിർദ്ദേശത്തിനെ കണക്കിലെടുത്തുകൊണ്ടോ ഒരു തീരുമാനവും അവരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർ വളരെ തന്ത്രപരമായിട്ടും ഭരണകൂട ഭീകരത പോലീസിനൊക്കെ
ഉപയോഗിച്ച് ഞങ്ങൾ കേസെടുക്കും. ഇവിടുത്തെ ആക്ഷൻ കമ്മിറ്റി കൺവീനറുടെ പേരിൽ വക്കീൽ നോട്ടീസ് അയക്കുക, ഹൈക്കോടതിയിൽ നിന്ന് കേസെടുക്കും. ഇത്തരം തരം ഭീഷണികളും അത് പിന്നെ പ്രലോഭനങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെയുള്ള ആളുകളെ വിലക്കെടുക്കുക എന്നുള്ളൊരു വ്യാമോഹമാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനു മേലെയായി നടത്തിവരുന്ന പ്രക്ഷോഭത്തിന്റെ തുടർച്ചയാണ് പോസ്റ്റർ പതിക്കൽ സമരമെന്ന് സമരസമിതി പ്രവർത്തകർ പറഞ്ഞു. പോസ്റ്റർ പതിക്കൽ സമര പദയാത്ര ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലിമ പാലയാട്ട് ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി കൺവീനർ ആർട്ടിസ്റ്റ് പ്രമോദ് സ്വാഗതം പറഞ്ഞു. എൻ ഹരിദാസ്, ലത്തീഫ് വെള്ളിലോട്ട, നയന സി, MC അബ്ദുറഹിമാൻ, മോഹനൻ VM, PK സൂപ്പി, C രവീന്ദ്രൻ, രചന PM, കുഞ്ഞികൃഷ്ണൻ നായർ, സഫീന KK തുടങ്ങിയവർ സംസാരിച്ചു. വരും കാലങ്ങളിൽ സമരം ശക്തമാക്കുമെന്ന് സമരസമിതി പ്രവർത്തകർ അറിയിച്ചു. ടുഡേ ന്യൂസ്, പേരാമ്പ്ര. ഇവിടെ ഉയർന്നു കഴിഞ്ഞു. സമരമുദ്രാവാക്യം പോലെ ഇത് ടവറിനെതിരായ സമരമല്ല.